നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞായറാഴ്ച ആരാധകർക്ക് ആവേശം നൽകുന്ന ദിനമായിരുന്നു. ഇന്നലെ നടന്ന 2 മത്സരങ്ങളിൽ ബംഗളൂരുവും ചെന്നൈയും വിജയിച്ചു. കളി വിജയിപ്പിക്കാൻ വിൽ ജാക്സ് തുനിഞ്ഞിറങ്ങിയപ്പോൾ ഗുജറാത്ത് ബോളർമാർക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ: വെറുതെ നിന്ന് തല്ലുവാങ്ങുക. അവസാന പന്തുകളിൽ വിൽ ജാക്സ് സിക്സറുകളുടെ കൂട്ടപ്പൊരിച്ചിൽ നടത്തിയ മത്സരം റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 9 വിക്കറ്റിന് വിജയിച്ചു. 201 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് 24 പന്തുകൾ ബാക്കി നിൽക്കെയാണ് RCB അനായാസം കുതിച്ചത്. 41 പന്തുകൾ നേരിട്ട വിൽ ജാക്സ് 100 റൺസുമായി പുറത്താകാതെ നിന്നു. 10 സിക്സുമാണ് വിൽ ജാക്സ് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അടിച്ചുകൂട്ടിയത്. ഓപ്പണർ വിരാട് കോഹ്ലി 44 പന്തുകളിൽ 70 റൺസുമായി വിൽ ജാക്സിന് ശക്തമായ പിന്തുണയേകി. സ്കോർ: ഗുജറാത്ത് 3 വിക്കറ്റ് നഷ്ടത്തിൽ 200, ബംഗളൂരു 1 വിക്കറ്റ് നഷ്ടത്തിൽ 16 ഓവറിൽ 206. ബംഗളൂരു ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലേസി 24 റൺസ് എടുത്തു പുറത്തായി. 3ാം വിജയം നേടിയെങ്കിലും 6 പോയിന്റുമായി 10ാം സ്ഥാനത്താണ് RCB. 24 പന്തുകളിൽ 31 റൺസ് എടുത്ത താളം കണ്ടെത്താൻ ഒരു ഘട്ടത്തിൽ ബുദ്ധിമുട്ടി വിൽ ജാക്സ് രോഹിത് ശർമ്മ എറിഞ്ഞ 15ാം ഓവറിലാണ് ബാറ്റിംഗിൽ ഗിയർ മാറ്റിയത്. 3 സിക്സും 2 ഫോറുകളും ഈ ഓവറിൽ താരം ബൗണ്ടറി കണ്ടെത്തി. റാഷിദ് ഖാൻ എറിഞ്ഞ 16ാം ഓവറിലെ ആദ്യ പന്തിൽ കോഹ്ലി എടുത്ത നോൺ സ്ട്രൈക്കർ എൻഡിൽ കാഴ്ചക്കാരനായി. 4 സിക്സുകളും 1 ഫോറും നേടി വിൽ ജാക്സ് കളി നേരത്തെ തീർത്തു കൊടുത്തു. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിലിറങ്ങിയ ഗുജറാത്ത് 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിലാണ് 200 റൺസ് എടുത്തത്. സായി സുദർശനും അതുപോലെ തന്നെ ഷാറുഖ് ഖാനും ഗുജറാത്തിനായി അർദ്ധ സെഞ്ചുറികൾ നേടി. ഓപ്പണർ വൃദ്ധമാൻ സാഹ, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല എന്നിവരെ തുടക്കത്തിൽ തന്നെ നഷ്ടമായെങ്കിലും സായി സുദർശൻ ഷാറുഖ് ഖാൻ കൂട്ടുകെട്ട ടൈറ്റൻസിനെ തുണച്ചു. 24 പന്തുകളിൽ ഷാറുഖ് ഖാൻ IPL-ലെ താരത്തിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി തികച്ചു. സ്കോർ 131 ഷാറുഖ് ഖാനെ മുഹമ്മദ് സിറാജ് ബൗൾഡാക്കി. അവസാന പന്തുകളിൽ ഡേവിഡ് മില്ലറെ കൂട്ടുപിടിച്ച് സായി സുദർശ് ആക്രമണം ശക്തമാക്കിയതോടുകൂടി ഗുജറാത്ത് സ്കോർ അതിവേഗം കുതിച്ചു. അവസാന 5 ഓവറിൽ 62 റൺസാണ് ഗുജറാത്ത് അടിച്ചെടുത്തത്. യാഷ് ദയാൽ എറിഞ്ഞ 20ാം ഓവറിൽ അവസാന പന്തിൽ സിക്സർ പറത്തി ഡേവിഡ് മില്ലർ സ്കോർ 200-ലെത്തിച്ചു. 19 പന്തുകൾ നേരിട്ട ഡേവിഡ് മില്ലർ 26 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. RCBക്ക് വേണ്ടി സിംഗ്, മുഹമ്മദ് സിറാജ്, ഗ്ലെൻ മാസ്വെൽ എന്നിവർ ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി. 2ാം മത്സരത്തിൽ IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ തകർപ്പൻ ജയവുമായി ചെന്നൈ സൂപ്പർ കിങ്സ് 213 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിലിറങ്ങി. സൺറൈസേഴ്സിന്റെ ഇന്നിംഗ്സ് 134-ൽ അവസാനിച്ചു. 78 റൺസിലാണ് ചെന്നൈയുടെ ജയം. 3 ഓവറിൽ 27 റൺസ് വഴങ്ങി 4 വിക്കറ്റ് പിഴുത തുഷാർ ദേശ്മുഖയുടെ ബോളിംഗ് പ്രകടനം ചെന്നൈയുടെ ജയത്തിൽ നിർണായകമാവുകയായിരുന്നു. 32 റൺസ് നേടിയ എയ്ഡൻ മാക്രമാണ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ. ജയത്തോടെ ചെന്നൈ പോയിന്റ് ടേബിളിൽ 3ാമതെത്തി. സ്കോർ: ചെന്നൈ സൂപ്പർ കിങ്സ് 20 ഓവറിൽ 3-ന് 212, അതുപോലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 18.5 ഓവറിൽ 134-ന് പുറത്താവുകയും ചെയ്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൺറൈസേഴ്സ് ഓപ്പണർമാർ തകർത്തടിച്ചാണ് തുടങ്ങിയത്. എന്നാൽ തുഷാർ എറിഞ്ഞ 2ാം ഓവറിൽ തുടർച്ചയായി 2 വിക്കറ്റ് വീണത് അവർക്ക് തിരിച്ചടിയാവുകയായിരുന്നു.